വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ കണക്ക് ഒരു പുതിയൊരു കിടിലൻ വീഡിയോയിലാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ അപ്പോൾ ഗൈസ്, അപ്പോൾ എൻ്റെ ചാനൽ ഇതായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. ഓക്കെ അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇന്ന് നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ കണക്ക് നമ്മുടെ വെബ് സീരീസുമായിട്ടാണ് വന്നേക്കണം. വെബ് സീരീസ് എപ്പിസോഡ് 7 കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നമ്മുടെ വീഡിയോയും കാര്യങ്ങളും. ഓക്കെ അപ്പോൾ വേറെ ലെവലാണ്. ഓക്കെ ഇതിനായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ പിന്നെ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ എന്തായാലും ഷെയർ ചെയ്ത് എന്തായാലും കൊടുക്കുക. ഓക്കെ അപ്പോൾ അവിടെ ഇന്നത്തെ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അപ്പം ലെറ്റ്സ് ഗോ സ്റ്റാർട്ട് ഉണ്ട്. ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും നമ്മുടെ ജിം റൂമിൽ ഞങ്ങളൊക്കെ എന്തായാലും നിൽക്കുകയാണ്. ഓക്കെ ഞാൻ കുറച്ച് നേരം വർക്കൗട്ടൊക്കെ ചെയ്യായിരുന്നു. ഓക്കെ വർക്കൗട്ട് ചെയ്തൊക്കെ തളർന്ന് നമുക്കിനി വെളിയിലോട്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവാം. ഓക്കെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണും നമ്മളാണെങ്കിൽ പ്രിസണിൽ നിന്ന് ചാടിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ അത് മാത്രമല്ല നമ്മളാണെങ്കിൽ പ്രിസണിൽ നിന്ന് ചാടി നേരെ അവിടെ വീട്ടിലോട്ടേക്ക് വന്നപ്പം വീട് കംപ്ലീറ്റിലാകെ അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ച് പണ്ടാറടയ്ക്കാൻ ഒരു പരിവാക്കിയിട്ടിരുന്നു. ഓക്കെ നമ്മളിപ്പോൾ വീടിപ്പോൾ ഓൾമോസ്റ്റ് ഒരുവിധമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറേ പണികളൊക്കെ ഉണ്ട്. നമ്മൾ വീട് കംപ്ലീറ്റ്ലി മോഡിഫൈ ചെയ്ത് വേറെ ലെവലൊരു കിടുക്കാച്ച ലക്ഷറി മാൻഷൻ പോലെ എന്തായാലും പണിയാനായിട്ട് എന്തായാലും തീരുമാനിച്ചിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ അപ്പോൾ അതെന്തായാലും എന്തായാലും സെറ്റ് ചെയ്യണം. ഓക്കെ നമ്മൾ വലിയൊരു മാൻഷൻ പോലെ എന്തായാലും ബിൽഡ് ചെയ്യുന്നതാണ്. ഓക്കെ നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ വലിയൊരു ഷെഡിങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ ഫുള്ളായിട്ട് നമ്മൾ ഇളക്കിയിട്ട് ഒരു അത്യാവശ്യം ചെറുതായിട്ടുള്ള ഷെഡുകളൊക്കെ വെച്ചൊക്കെ എന്നുവെച്ചാൽ ആ ഷെഡിന് വലിപ്പമല്ല പ്രശ്നം, അത് ഭയങ്കര നീളമായിരുന്നു. നമ്മുടെ വീടിൻ്റെ അത്രയും ഹൈറ്റ് അനുസരിച്ച് ആ ഷെഡിന് നീളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്രയും നീളമുള്ള ഷെഡിൻ്റെ ആവശ്യമില്ല. ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഇത് മാറ്റിയത്. ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് വലിയ റൂം വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ചിലപ്പോൾ റൂം വരും. ഓക്കെ കുറച്ച് റൂമും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ ഈ സൈഡിലത്തെ സ്റ്റെപ്പും ബാക്കി സാധനങ്ങളൊക്കെ ഇളക്കി മാറ്റിയിട്ടുണ്ട്. അവിടെ വേറെ പുതിയ സ്റ്റെപ്പ് വരും. പിന്നെ മുകളിലുള്ളായിരുന്ന ബാൽക്കണിയുടെ സംഭവങ്ങളൊക്കെ ഇല്ല, അതൊക്കെ വാരി കളഞ്ഞിട്ടുണ്ട്. ഓക്കെ അവിടെ ഞാൻ ചിലപ്പോഴേ അത് സെറ്റ് ചെയ്തുള്ളൂ പഴയതുപോലെ. ഓക്കെ ബാൽക്കണി ഫുള്ള് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ അതും വയ്ക്കണം. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ വണ്ടികളെല്ലാം തന്നെ എന്തായാലും ഫുള്ളായിട്ട് തകർന്ന് തരിപ്പണായി പോയിട്ടുണ്ടായിരുന്നു. എല്ലാ വണ്ടികളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ അതിൽ നമുക്ക് ഒരെണ്ണം മാത്രമാണ് കിട്ടിയത്, അത് നമ്മുടെ RC ആണ്. ഓക്കെ നമ്മുടെ RCക്ക് ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. RCയുടെ എക്സോസ്റ്റ് മാറ്റി, നമ്പർ പ്ലേറ്റ് മാറ്റി, പെയിൻറ്റ് മാറ്റി, പിന്നെ കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ RCക്ക് കണക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ ആ ഒരു മാറ്റമാണ് വന്നിട്ടുള്ളത്. ഓക്കെ പിന്നെ ഈ ഷെഡിൻ്റെ അകത്ത് കിടക്കുന്ന ഫെറാറി നമ്മുടെ അല്ല, അത് നമ്മുടെ അച്ഛനാണ്. നമ്മുടെ ഒരു വണ്ടികൾ നമുക്ക് കിട്ടിയില്ല, എല്ലാ വണ്ടികളും സർവീസിന് കൊടുത്തേക്കാണ്. ഓക്കെ പിന്നെ ഈ ഒരു സൈക്കിള് നമ്മളെന്തായാലും റെഡിയാക്കി എടുത്തിട്ട് എന്തായാലും ഉണ്ട്. സൈക്കിളാകെ ചമ്മന്തിയായി ചളിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു, ലൈറ്റൊക്കെ പൊട്ടിപ്പോയി. ഓക്കെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ ഞാൻ എന്തിനാണ് അച്ഛൻ്റെ ഫെറാറി വാങ്ങിച്ചതെന്ന് വെച്ചാൽ നമ്മളന്ന് ബാങ്കിൽ നിന്ന് നമ്മൾ അടിച്ചു മാറ്റിയ നമ്മുടെ ആ ഒരു ഗോൾഡൻ ഡയമണ്ട്സൊക്കെ നമുക്ക് തിരിച്ചെടുക്കണ്ടേ, അതിനായിട്ടാണ്. ഓക്കെ ഈ വണ്ടികളൊക്കെ കിട്ടിയിട്ട് ഞാൻ ബാക്കിയുള്ള റോബറിയൊക്കെ ചെയ്യത്തുള്ളൂ. ഓക്കെ നമുക്ക് ഫസ്റ്റ് നമ്മൾ അടിച്ചു മാറ്റിയ സാധനങ്ങളൊക്കെ നമുക്ക് പോയി തിരിച്ചെന്തായാലും അടിച്ചു മാറ്റി കൊണ്ടുവരണം. അത് ശരിയാവത്തില്ല, നമ്മൾ കഷ്ടപ്പെട്ട് അടിച്ചു മാറ്റില്ല, അതിന് അവന്മാരെടുക്കണം. ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും നൈസായിട്ട് നമ്മുടെ ഫെറാറിയിലും ഞങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. നമ്മളൊരു ബാഗും ഞങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എന്തായാലും വെച്ചിട്ടുണ്ട്. ഓക്കെ നമുക്കെന്തായാലും നേരെ എന്തായാലും ഫെറാറി എടുത്തുകൊണ്ട് എന്തായാലും പോവാം. ഓക്കെ പതുക്കെ എടുക്കാം. ഓക്കെ നമ്മുടെ അച്ഛൻ്റെ ആണ്. ഓക്കെ നമ്മുടേത് ഇതേപോലത്തെ ഒരു ഫെറാറിയാണ്, മഞ്ഞ. ഓക്കെ പക്ഷേ അത് വർക്ക്ഷോപ്പിൽ പൊളിഞ്ഞ് കിടക്കുകയാണ്. ഓക്കെ എല്ലാ വണ്ടിയും കൊടുത്തു, ആകെ കിട്ടിയ RC ആണ്. ഒരാഴ്ചക്ക് മുമ്പാണ് നമ്മുടെ ഈ ഒരു സംഭവമൊക്കെ നടന്നത്. ഓക്കെ പിന്നെ ഒരാഴ്ചക്ക് അകത്ത് ഞാൻ പിന്നെ ഇതിനായിട്ട് ഇറങ്ങിയിട്ടില്ല. ഓക്കെ നമുക്കില്ലേ ഫസ്റ്റ് പോയി കുറച്ച് ഗണ്ണുകൾ പോയി വാങ്ങിച്ചിട്ടല്ലേ, ഗൺ ഷോപ്പിൽ പോയി. ഓക്കെ നമ്മളതിൽ ഒരു ഗണ്ണുകളും ഇല്ല, അതാണ് ഒരു കുഴപ്പം. നമുക്ക് പോയി കുറച്ച് ഗൺസുകൾ വാങ്ങിച്ചിട്ട് മിക്കവാറും വലിയൊരു അടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അച്ഛൻ്റെ വണ്ടിയും കൂടെയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് സൂക്ഷിക്കണം. ഈ വണ്ടി പോലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിന്നെ വേറെ പുതിയൊരു വണ്ടിയും കൂടെ എടുക്കണം കേട്ടോ. നമ്മുടെ GTR ബാക്കിയുള്ള എല്ലാ വണ്ടികളും നമ്മൾ ശരിയാക്കാൻ കൊടുത്തു. ഓക്കെ GTR നമ്മൾ കളഞ്ഞിട്ടൊന്നുമില്ല. അയ്യോ അച്ഛൻ്റെ വണ്ടിയുടെ ബമ്പറിലായി പോയി. കുഴപ്പമില്ല, എന്തായാലും ഈ ഫൈറ്റൊക്കെ കഴിയുമ്പോൾ ഈ വണ്ടിയുടെ കാര്യത്തിലൊരു തീരുമാനം സാരമില്ല.
ആ പോസ്റ്റിലൊന്ന് ചെറുതായിട്ട് ഇടിച്ചത്. കുഴപ്പമില്ല, ഓക്കെ. നമുക്കപ്പോൾ പോയി കുറച്ച് ഗൺസും ബാക്കി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബമ്പറളപ്പം തീരെ അറ്റാക്ക് കഴിയുമ്പോഴേ വണ്ടിയുടെ തവിട് പൊടിയാവും ഫുള്ളായിട്ട്. അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഗൺസും വെപ്പൺസും എല്ലാം വാങ്ങിച്ചിട്ട് വന്നാലും വരാം. ഓക്കെ ഓക്കെ ഞാനിവിടെ ഇപ്പം കൈ നിറയെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ എല്ലാ ടൈപ്പിലുള്ള സാധനങ്ങളുണ്ട്. പിസ്റ്റല്, പിന്നെ റോക്കറ്റ് ലോഞ്ചർ, സ്നൈപ്പർ, എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ട വേറെ ലെവലായിട്ടുണ്ട്. സ്നൈപ്പറാണ് മോനെ പൊളി. ഓക്കെ, കണ്ട സ്നൈപ്പർ വെച്ച് നമുക്ക് അടിച്ചു നോക്കാം. ഓക്കെ, എൻ്റെ മോനെ സ്നൈപ്പർ വെച്ച് അടിക്കാൻ നല്ല രസമുണ്ട്. ഓക്കെ, സ്നൈപ്പർ, റോക്കറ്റ് ലോഞ്ചർ, പിസ്റ്റല്, പിന്നെ ഇഷ്ടം പോലെ സ്റ്റിക്കി ബോംബ് എല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ. ഓക്കെ, അപ്പം ഇത്രയും മതി. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ഫെറാറി എടുത്തുകൊണ്ട് പോകാം. ഓക്കെ, അച്ഛൻ്റെ ഫെറാറിയുടെ ബമ്പറും പിന്നെ ഇളകിപ്പോയി. ഈ അറ്റാക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്തെടുക്കണം കേട്ടോ. ഒന്നാമത് ഇപ്പോഴേ എൻ്റെ ബമ്പർ ഇളകിപ്പോയി. ഓക്കെ, മാക്സ് ഇളവാൻ നോക്കണം, മാക്സ് ഡാമേജ് ഉണ്ടാകുന്ന നോക്കണം. നമ്മുടെ കാറാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, അച്ഛൻ്റെ ആണ്. ഓക്കെ, അച്ഛൻ കുറേ ആഗ്രഹിച്ച് വാങ്ങിച്ച വണ്ടിയാണ്. ഓക്കെ, എൻ്റെ ബമ്പർ ഇളകിപ്പോയി. ഓക്കെ, കുറേ കൈയും കാലം പിടിച്ചാണ് വണ്ടി എടുത്തത്. ഓക്കെ, സത്യത്തിൽ അച്ഛനെ അറിഞ്ഞൂടാ ഞാൻ ബാങ്കിൽ നിന്ന് അടിച്ചു മാറ്റിയ ആ ഗോൾഡും ഡയമണ്ട്സും തിരിച്ചെടുക്കാനാണ് പോണേന്നൊക്കെ. എനിക്ക് വേറെ വണ്ടിയൊന്നുമില്ല, ബൈക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരാവശ്യത്തിനാണ് അച്ഛൻ്റെ നിന്ന് എടുത്തതെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, തിരിച്ചു വന്നിട്ട് പോകുമ്പോൾ വണ്ടി ശരിയാകണം. ഓക്കെ, അല്ലെങ്കിൽ അച്ഛൻ ചവിട്ടി കൊണ്ടു നമ്മളൊക്കെ. അച്ഛന് ഇഷ്ടംപോലെ ക്യാഷൊക്കെ ഉണ്ട്. ഓക്കെ, വണ്ടി ഈ കോളെ അച്ഛൻ സംശയിക്കൂലേ. ഓക്കെ, നമ്മുടെ പോലീസ് സ്റ്റേഷനുകളൊക്കെ അവിടെയാണ്. ഞാൻ എന്താണ് ഇതുവഴി വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു GTR, നമ്മുടെ വീട് എല്ലാത്തിനും ഇവന്മാരെ അടിച്ച് നശിപ്പിച്ച് കുറേ നഷ്ടങ്ങളുണ്ടാക്കി തന്നതാണ്. അതുകൊണ്ട് ഇവന്മാർക്കിട്ടൊരു പണി കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഒന്ന് മാസമായിട്ടൊന്ന് അവന്മാരെ പോലീസ് സ്റ്റേഷനിലൊന്ന് എൻ്റർ ആവാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് റിവേഴ്സ് എടുത്തു. ഓക്കെ, നമുക്ക് നല്ല നൈസായിട്ട് എന്തായാലും അവന്മാരെ പോലീസ് സ്റ്റേഷനിലോട്ട് നല്ല മാസമായിട്ട് നമുക്ക് കയറാം. ഓക്കെ, എൻ്റെ മോനെ നമ്മളങ്ങനെ നല്ല കിടുക്കാച്ചായിട്ട് നമ്മളങ്ങനെ അവന്മാരെ പോലീസ് സ്റ്റേഷനിലോട്ട് കയറി. അച്ഛൻ്റെ കാറിൻ്റെ ഡോറല്ലേ പോയി. നമുക്ക് ഇപ്പോൾ തന്നെ ഒന്നും നോക്കണ്ട, പെട്ടെന്ന് പോയി നമ്മുടെ ഗോൾഡ് ഡയമണ്ട്സ് ഒക്കെ എടുക്കുക. ഇവിടെ ഇഷ്ടം പോലെ വണ്ടികൾ ഞങ്ങളെ കിടപ്പുണ്ട് കേട്ടോ. എൻ്റെ മോനെ ഇഷ്ടം പോലെ വണ്ടികൾ കിടക്കുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ അച്ഛൻ്റെ ഫെറാറിയും ഞങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിടാൻ നോക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും പോയിട്ട് എല്ലാ ഗോൾഡ് ഡയമണ്ട്സും പോയി എടുക്കാം. ഓക്കെ, ഇവിടെ ഇഷ്ടം പോലെ പോലീസൊക്കെയാണ്. ഓക്കെ, ഞാൻ അകത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ മാറിക്കണം. ഇവിടെ പോണോ ചോദിക്കാം, താനായിരുന്നോ? ഇവിടെ പോണോ? നീ മറ്റേ കള്ളനല്ലേ? ഓക്കെ ഗായ്സ്, നമ്മുടെ എല്ലാ ഗോൾഡ് ഡയമണ്ട്സ് കിട്ടി. നൈസായിട്ട് പണിപ്പാളി. പോലീസ് എല്ലാം ഇവിടെ അലേർട്ടായി. ഓടോ നിൽക്കടോ, അവിടെ നിൽക്കടോ, ഗോൾഡ് ഡയമണ്ട്സ് തന്നിട്ട് പോടോ, നിൽക്കടോ, ഇടോ പെരുങ്കള്ളാം. ഞാൻ നിൽക്കില്ല, നിങ്ങൾ വേണേൽ എൻ്റെ പുറകെ വന്നോ. അല്ല പിന്നെ എൻ്റെ പ്രതികാരം ഞാൻ തീർത്തിട്ട് ഇറങ്ങും. അല്ല പിന്നെ ഓക്കെ, അല്ല പിന്നെ എന്നൊരു കാണിച്ചു നമ്മുടെ റോക്കറ്റ് ലോഞ്ചർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആവേശങ്ങളൊക്കെ അങ്ങനെ നിറവേറ്റാം. ഓക്കെ, പോലീസ് സ്റ്റേഷൻ കംപ്ലീറ്റ് കത്തിക്കുക. ഓക്കെ, അതൊക്കെ അത്രയേ ഉള്ളൂ. പിന്നെ ഓക്കെ, ഇതൊക്കെ അത്രയേ ഉള്ളൂ. ഓക്കെ ഇവന്മാരെ എല്ലാ വണ്ടിയും ഞാൻ കത്തിക്കുകയാണ്. ഇവന്മാർക്ക് എന്തിനു വണ്ടി? നമ്മുടെ അതേപോലത്തെ ഒരു സ്കോർപ്പിയോ കിടപ്പുണ്ട്, അതും ഞാൻ കത്തിച്ചിട്ടുണ്ട്. ഓക്കെ, മാർക്ക് വണ്ടി വേണ്ട ഇനി, അത്രയേ ഉള്ളൂ. അതൊക്കെ പിന്നെ അത്രയേ ഉള്ളൂ. നമ്മുടെ കാറ് എല്ലാം നശിപ്പിച്ചാണ്. നമ്മളെ കത്തിച്ചൊന്നുമില്ല, അവന്മാർ എല്ലാം അടിച്ച് നശിപ്പിച്ച് ഇഷ്ടം പോലെ നഷ്ടങ്ങളുണ്ടാകുക. എനിക്ക് കൂടുതൽ വിഷമമായി ആഗ്രഹിച്ചെടുത്ത നമ്മുടെ ആ ഒരു ഇത് അവന്മാർ കൊളാക്കി തന്നെയാണ്. നമ്മുടെ ആ ഒരു ഈ വണ്ടി, അതിൻ്റെ പേരെന്തോ മറന്നുവല്ലോ, ഫെറാറി. നമ്മളെന്ത് പൈസ കൊടുത്ത് വാങ്ങിച്ച വണ്ടി. ഓക്കെ, ഇവന്മാർ ചുമ്മാ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാത്തിനും അങ്ങ് അടിച്ച് നോക്കുകയാണ്. നമ്മുടെ കത്തിപ്പോയ അതേ സെയിം മോഡൽ ഒരു ഫെറാറി ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ, ഏകദേശം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി ആ 2 പോലീസുകാരെയും കൂടെ അങ്ങ് തീർത്തിട്ട് അവന്മാരെന്നെ പോടാന്ന് വിളിച്ചല്ലേ. പിടിച്ചു പോലീസ് സ്റ്റേഷൻ ഏകദേശം തവിട് പിടിയായിട്ടുണ്ട്. അമ്മച്ചി ഓടടാ. എൻ്റെ അമ്മ 2 സ്റ്റാർ വേണ്ട ലെവലായി. വണ്ടിയിട്.
2 സ്റ്റാർ വേണ്ടല്ലോ പോലീസ് സ്റ്റേഷൻ കത്തിച്ച് തവിട് പൊടിയാക്കി ഞാൻ. ഓക്കെ നമുക്കത് കുഴപ്പമില്ല, നമ്മുടെ ക്യാഷ് എല്ലാം കിട്ടിയില്ലേ. 2 വേണ്ടല്ലോ അത് കുഴപ്പമില്ല, അത് എങ്ങനെയെങ്കിലൊക്കെ ഞാൻ കളഞ്ഞ പോലെ. ഓക്കെ എന്തായാലും നമുക്കിവിടെ ഇപ്പം 2 സ്റ്റാർ വേണ്ട ലെവലിങ്ങനെ കിട്ടി. ഇവന്മാർ ഫ്രണ്ടിൽ നിന്ന് ചാടി തന്ന് നൈസായിട്ട് പണിപാളി. അമ്മച്ചി എൻ്റെ ബോധം പോയേ, അയ്യോ. ഓക്കെ ഗായ്സ്, എന്തായാലും ഞാൻ എന്തൊക്കെയോ പാടുപെട്ട് അവിടെ നിന്ന് എന്തായാലും എല്ലാ വണ്ടികളുടെ ഇടയിൽ കൂടെ നമ്മൾ നമ്മുടെ ഫെറാറി എടുത്ത് എന്തായാലും രക്ഷപ്പെടുകയാണ്. ഓക്കെ എന്തോ ഭാഗ്യം കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അവിടെ വെച്ച് നമ്മൾ അവന്മാർ കൊല്ലേണ്ടതാണ്, പക്ഷെ നമുക്ക് അപ്പോൾ അവന്മാരെ കൊല്ലാൻ പറ്റിയില്ല. അവന്മാരെല്ലാം കൂടെ നമ്മളെ ബ്ലോക്ക് ചെയ്തേക്കാണ്. പക്ഷെ എന്നാലും വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ട് നൈസായിട്ട് പണി കേസ്. അവിടെ നിന്ന് അടുത്തവന്മാർ വേറെയാണ്. അമ്മച്ചി എൻ്റെ അമ്മേ, നമ്മുടെ ഫെറാറിയുടെ കാര്യത്തിലൊരു തീരുമാനമായി. ദൈവം ഇനി നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ദൈവമേ എടാ തീർന്നടേ എങ്ങനെയെങ്കിലും. ഓക്കെ ഗായ്സ്, എന്നാലും ഇവിടെ ഇപ്പം എന്തായാലും ഞാൻ നമ്മുടെ ആ ഒരു ഫെറാറിയും കൊണ്ട് എങ്ങനെയൊക്കെയോ ഒരു ഇത് എന്തായാലും രക്ഷപ്പെട്ടിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ എൻ്റെ പൊന്നെ, ഞാൻ ഓടി ഒരു പരിവായിരുന്നു. എങ്ങനെയൊക്കെയോ ഞാൻ രക്ഷപ്പെട്ട്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ എന്തായാലും ആ വണ്ടി എടുത്തുകൊണ്ട് കത്തിച്ചോള സ്പീഡ് ഫുള്ളെടുത്ത് നമ്മുടെ ഇന്ത്യൻസ് കസ്റ്റംസിലോട്ട് വിട്ട് നമ്മൾ കാർ ഫുള്ളായിട്ട് റിപ്പയർ ചെയ്ത് പഴയ രീതിയിൽ തന്നെ ആക്കിയിട്ടുണ്ട്. ഓക്കെ ഫുള്ളായിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ പെയിൻ്റൊന്നും മാറ്റിയില്ല, അച്ഛന് ഈ റെഡാണ് ഇഷ്ടം. ഓക്കെ ഈ വണ്ടിക്ക് റെഡാണ് ഭംഗി. ഓക്കെ നമ്മളിപ്പോൾ എന്തായാലും അച്ഛൻ്റെ വീട്ടിലോട്ട് വന്ന് നമുക്കിത് കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് നേരെ എന്തായാലും തിരിച്ച് നമ്മുടെ വീട്ടിൽ പോകും. ഓക്കെ നമുക്ക് എന്തായാലും പുറകിലുള്ള ഷെഡിലുകളൊക്കെ എന്തായാലും പാർക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ അകത്ത് ഞാൻ കയറ്റണില്ല, ഷെഡിടാം. ഓക്കെ അച്ഛൻ നേരം വന്ന് എടുത്തുകൊണ്ട് വയ്ക്കണം, ഷെഡ് കയറ്റിടാം. ഓക്കെ അയ്യോ ഈ ഫെറാറി ഷെഡിൽ കയറി ഇച്ചിരി സീനാണ്. ഓക്കെ പണ്ടത്തെ അവിടെ മറ്റേ വണ്ടി തന്നെ കയറിയാനെ ഇച്ചിരി കയറാൻ ഇച്ചിരി പാടാണ്. ഓക്കെ ഓക്കെ അത് കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ വണ്ടിയും ഇട്ടിട്ട് പോകാം. ഓക്കെ അച്ഛനെ എപ്പോഴെങ്കിലും കയറ്റിയിട്ടോളൂ. ഓക്കെ ഓക്കെ വണ്ടി ഇവിടെ ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ നമുക്ക് നേരെ വീടിൻ്റെ അകത്ത് കയറി കീയും കാര്യങ്ങളൊക്കെ എന്തായാലും കൊടുത്തിട്ട് എന്തായാലും തിരിച്ചെന്തായാലും പോവാം. ഓക്കെ നമ്മുടെ വീട്ടിൽ. ഓക്കെ അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ കുറേ പാടുപെട്ട് നമ്മുടെ ക്യാഷും ഡയമണ്ട്സും എല്ലാം നമ്മളെന്തായാലും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് ഇനി നമുക്ക് വിറ്റ് ക്യാഷാക്കി മാറ്റിയിട്ട് എല്ലാം കൂടെ നമ്മുടെ അക്കൗണ്ടിൽ കൊണ്ടിടുക. ഓക്കെ പിന്നെ നമ്മളെന്തായാലും പുതിയതായിട്ട് ചിലപ്പോൾ ഒരു വണ്ടികളൊക്കെ എടുക്കുന്നതാണ്, ചിലപ്പോൾ നാളെ എന്തായാലും നമ്മുടെ എല്ലാ വണ്ടികളും കിട്ടുന്നതാണ്. ഓക്കെ അപ്പം സെറ്റാണ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോയും കാര്യങ്ങളും. ഓക്കെ അപ്പം എല്ലാവരും എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും എല്ലാം തന്നെ എന്തായാലും ചെയ്തിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. ഓക്കെ അപ്പോൾ അടുത്തൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.